അപ്പോൾ അതിന് ഞാൻ അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും, അവരെ എഴുതി തരുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ നോക്കിയിട്ട് ഞാനാണ് കേസ്. അപ്പോൾ ഇതാണ് ഉണ്ണിക്കുട്ടൻ, ഇത് അപ്പോൾ അഡ്വികയുടെ അനിയനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് തുടങ്ങിയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചോദിക്കാൻ അപ്പം ഇൻട്രോ കഴിഞ്ഞു. അടുത്ത് നമ്മൾ ചാലഞ്ച് ചെയ്യുന്നു. ഇപ്പം അപ്പം ഞാൻ ചോദിക്കും, അവരെ എഴുതിത്തരാം. അതാണ് കളി. എന്നിട്ട് നമുക്ക് എത്രയാണ് അവർ ഞാൻ നോക്കും. അപ്പോഴത്തേക്ക് സംഭവം രണ്ടുപേരും ഒരേപോലെ ആണെങ്കിൽ ഗൈസ് അവർക്ക് പോയിന്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ അതൊക്കെ ഓക്കെ. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടാ, റെഡി? ഗെയിം തുടങ്ങാൻ വേണ്ടി റെഡി? 1 2 3 സ്റ്റാർട്ട്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവർ ആരും നോക്കി എഴുതായിരിക്കും. ഉണ്ണിക്കുട്ടൻ എടാ നീ നോക്കണേ. ആരുഷേ നിങ്ങൾ അവർ നോക്കി എഴുതണോ നോക്കണേ. എഴുതി കഴിഞ്ഞാ രണ്ടേരം എനിക്ക് തരൂ. ഇനി നോക്കല്ലേ, നിങ്ങൾ അവിടെ ചെന്ന് ഇരിക്കണം ഗൈസ്. ഉണ്ണിക്കുട്ടൻ നീ അവിടെ ചെന്നിരുന്നു, നീ ജഡ്ജിയാണ്, നീയാണ് ജഡ്ജി. അങ്ങോട്ട് ചെന്നിരുന്നോ. എടാ നിനക്ക് വായിക്കാൻ അറിഞ്ഞൂടല്ലോ, ഞാൻ നോക്കാം. ഓ ഗൈസ് ചിലത്തിൽ ഇവർ വിജയിച്ചിരിക്കുകയാണ് ഗൈസ്. 2 പേര് പറഞ്ഞത് ഗൈസ് ഇതാണ്. ഇല്ല അത് നോക്കട്ടെ, കാണിച്ചു കൊടുക്കട്ടെ. ഇവിടെ ഇതാണ് ഗൈസ് ശ്രേയ എഴുതിയത്. ശ്രേയ അല്ല, ആരുഖ്യ എഴുതിയത് ഗൈസ്. ഇതാണ് നമ്മൾ അഡ്വിക എഴുതിയത്. പൊന്നു അതാണ് ഗൈസ്. അപ്പൊ പൊന്നു എഴുതിയത് അതാണ് ശ്രേയ എഴുതിയത്. ഇതാണ് പൊന്നു എഴുതിയത്. അപ്പൊ ഇവരുടെ ഒരു ആദ്യത്തെ ഇതിൽ വിജയിച്ചിരിക്കുന്നു. അപ്പൊ ഒന്ന് നിട്ട് വെക്കേ, 15 എണ്ണം കാണുമേ. പെട്ടെന്ന് തീർക്കണം. പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഞാൻ 15 എണ്ണം. ഓക്കെ, നമ്മൾ ഗെയിം ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ ഒരെണ്ണം എഴുതണം. അതിൻ്റെ അകത്തൊരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരെണ്ണം എഴുതണം. ഉണ്ണിക്കുട്ടനെ കാണിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഉണ്ണിക്കുട്ടനെ കാണിച്ചു കൊടുക്കാം. ശ്രേയ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നിങ്ങൾ അങ്ങോട്ട് പോകും, ഞാൻ ഇന്ന് വിലയിരുത്തട്ടെ. നില്ലിട ഞാൻ നോക്കട്ടെ. എവിടെ നിന്നില്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ പൊന്നൂസ് എഴുതിയിട്ട് വന്നിട്ടുള്ളത് ചട്ടം പീസാണ്. അതൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ചട്ടം പീസ് എന്നാണ് പൊന്നൂസ് എഴുതി കൊണ്ടുവന്നത്. ഇവിടെ എഴുതിയിട്ടുള്ളത് ഗൈസ് ഐ ആം സോവി ചാനലാണ്. ഗൈസ് ഐ ആം സോവി എന്ന് പറഞ്ഞ ചാനലാണ് കണ്ടിട്ടുള്ളത്. എല്ലാരും സ്നേഹം കൊണ്ട് വാരി പുണരുകയാണ്. അപ്പൊ ഗൈസ് ശ്രേയ എഴുതിയിട്ടുണ്ട് ഐ ആം സോവി ആണ്. ഇവിടെ ചട്ടം പീസാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ രണ്ടുപേർക്ക് ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വീഡിയോ എടുക്കണം. ഓക്കെ, അപ്പോഴത്തേക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോറിൻ ചാനൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അങ്ങോട്ടൊക്കെ, നമ്മളെ എന്ന് പറഞ്ഞാൽ മലയാളമല്ല. ഒരു ചാനലും കാണാറില്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട അത് ഇല്ല. അപ്പൊ ഞാൻ പറയട്ടെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം. അപ്പൊ ഗൈസ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം ഉണ്ണിക്കുട്ട എഴുതാൻ കൊള്ളത്തില്ല. എഴുതാൻ ആൾക്കാർ ഒരെണ്ണം കൂടുതൽ കണ്ടല്ലേ ഏറ്റവും ഇഷ്ടം. ഒരെണ്ണം എനിക്ക് പൊന്നു 2 എണ്ണം എഴുതേണ്ടി വരും. ഒരെണ്ണം മാത്രമായിട്ട്. എടാ ഉണ്ണിക്കുട്ട നീങ്ങടാ.
ഓ ശ്രേയ കൊണ്ടുവന്നിരിക്കുന്ന ഇതാണ് ഗൈസ്. ഗൈസ് ഇവർ ഇതിൽ വിജയിച്ചിരിക്കുകയാണ്. ഇവള് പ്രേമലു ആണ് എഴുതിക്കൊണ്ടത്. ഇവള് പ്രേമലു പ്രേമലു എന്നാണ് എഴുതി വെച്ചത്. ശ്രേയ കറക്റ്റ് ആയിട്ട് പ്രേമലു എഴുതിട്ട്. അപ്പൊ ഇവർക്ക് 2 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. ഇവർക്ക് 2 പോയിന്റ്. അതെന്റേതാടാ, എന്റേത്. അതിന്റെ ലിസ്റ്റ് ഉണ്ടോ? ഷോപ്പിംഗ് ലിസ്റ്റ്. ഓക്കെ, അടുത്ത് നിങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ശ്രേയ ഡിലീറ്റ് ചെയ്തോ? നിങ്ങൾക്ക് ഒന്നും കൂടി 2 കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ? നാലായല്ലോടാ. ആ ഗൈസ്, അത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ കൊറേയല്ലോ, ഒരെണ്ണം എഴുതണം. ഈ 2 എഴുതിക്കോ, 2 പേര് 2 എഴുതി. ഈ ഗൈസ് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗൈസ് look at here. ഓ ഗൈസ്, ഇവർക്ക് 1 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ശ്രേയ റെഡ് ആയിട്ട് പിങ്ക് ആണ് എഴുതിയത്. നമ്മളെ പൊന്നു എഴുതിയ റെഡ് ആൻഡ് വയലറ്റ് ആണ്. ഞാൻ കാണിച്ചു കൊടുക്കട്ടെ ഇവർക്ക്, കണ്ടോ, റെഡ് ആൻഡ് പിങ്ക്. അപ്പൊ ഇവർക്ക് 1 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. കൈയടിക്കും. ഞാൻ വീഡിയോയും കൂടെ ഞാൻ എടുക്കുന്നതായിട്ട് എനിക്ക് കൈയടിക്കാൻ പറ്റത്തില്ല സുഹൃത്തുക്കളെ. കൈയടിച്ചു. അപ്പൊ ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 3 പോയിന്റാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആപ്പ്? യൂട്യൂബ് അല്ല, ഇൻസ്റ്റാഗ്രാം. യൂട്യൂബാണ് എഴുതിയിട്ടുള്ളത്. Look at here. അപ്പൊ ഇതാ ഉണ്ണിക്കുട്ടൻ ഇങ്ങനെയാണ് എഴുതിക്കൊണ്ടുവന്നത്. ഗായ്സ് ഇവർക്ക് പിന്നെയും പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. എല്ലാരും യൂട്യൂബാണ് എഴുതിക്കൊണ്ടുവന്നത്. ഗൈസ് ഉണ്ണിക്കുട്ടനും ചേച്ചി അങ്ങനെ ചിലപ്പോ മാറ്റി എഴുതുമെന്ന് പറഞ്ഞാല് ഞാൻ ഇപ്പൊ അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫസ്റ്റ് എഴുതിയത്. അപ്പൊ ഞാൻ എഴുതിയപ്പോ പെണ്ണിന്റെ ഇങ്ക് ഇരുന്നു. അപ്പൊ അത് മാറ്റുമ്പോ ഇവിടെ കൈ തട്ടി അത് ഫുൾ പോയായിരുന്നു. അപ്പൊ ഞാൻ ഒന്നുകൂടെ സമയം കൊടുത്ത് എഴുതി. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോർട്ട് ഫിലിം ചാനൽ? ഷോർട്ട് ഫിലിം ചാനൽ, ഷോർട്ട് ഫിലിം ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ചാനൽ. ഷോർട്ട് ഫിലിം ലോങ് വീഡിയോ കാണാം, അങ്ങനത്തെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഉള്ളത്. ഉപ്പുമുളക് വരത്തില്ലടാ, ഉപ്പുമുളക് സീരിയലാണ്. യൂട്യൂബ് ചാനൽ ഇഷ്ടം. ഷോർട്ട് ഫിലിം എന്നല്ലേ ഞാൻ ചോദിച്ചത്. അതെനിക്കിതാ തരും. എന്തായാലും ഗൈസ് പോകുന്നു. ഗൈസ് എന്റെ കയ്യിൽ നിന്നൊക്കെ കാവത്തറ. ഓ ഗൈസ്
ഗൈസ് ലൈഫ് ലിവിംഗ് ആയിട്ട് നാച്ചുറൽ ആണ്. ഇവള് ലൈഫ് ലിവിംഗ് ആയിട്ട് നാച്ചുറൽ എഴുതി തന്നിട്ടുണ്ട്. ഐ ആം സോറി ഇവള് എഴുതിയിട്ടുണ്ട് ലൈഫ് ലിവിംഗ് ആയിട്ട് നാച്ചുറൽ. അപ്പൊ ഇവർക്ക് ഒരു പോയിന്റ് കിട്ടുന്നതായിരിക്കും. കൂടുതലും വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഐ ആം സോറിയുടെ കൂടുതൽ ഷോർട്സ് ഞാൻ കൂടുതലാണ് ഐ ആം സോറി. ലൈഫ് ലിവിംഗ് അതൊരു വൃത്തിയായിട്ട് ചാനലാണ്. ഈ കസിൻ വീഡിയോ കസിൻ ഇല്ലേ അവളും പൊന്നൊക്കെ അവളുള്ളപ്പോഴാണ് ഞാൻ ലൈഫ് അല്ലാതെ ലൈഫ് അത് കൊള്ളത്തില്ല. ഗായ്സ് അപ്പൊ അടുത്തത് ഞാൻ ചോദ്യം ചോദിക്കണേ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യൂട്ട് മറ്റേ ക്യാരക്ടേഴ്സ്? only one ഗൈസ്. ഇതിലെ രണ്ടെണ്ണം പറ്റത്തില്ല ഗൈസ്. ബേബി അല്ല, ക്യാരക്ടേഴ്സ്, ക്യൂട്ട് ക്യാരക്ടേഴ്സ്. നോ ഗൈസ്, സ്വന്തം ഇതിൽ ഞാൻ ഒരെണ്ണം തറപ്പിച്ചു. ഡോളല്ല. ഓ ഓ ഓ ഗൈസ് 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 രണ്ടുപേരും കുറോമയാണ് ഗൈസ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇവർക്ക് പിന്നെ ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നു. ഇത് 6ാമത്തെ ക്വസ്റ്റ്യൻ ഗൈസ്. ഉണ്ണിക്കൊട്ട് അവന് അറിയാവുന്ന അക്ഷരങ്ങളെല്ലാം എഴുതി കൊണ്ടുപോയിട്ടുണ്ട്. അവൻ ഗുഡ് ബോയ് ആണ്. ഓക്കെ. അടുത്തത് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്? ഉണ്ണിക്കുട്ടന്റെ കുഴിമന്തിയാണ്. ബാക്കിയുള്ളവർക്ക് കുഴിമന്തിയാണോ അല്ലേ നമുക്ക് നോക്കാം. ഗൈസ് ഒരെണ്ണം ഇതിനെ പറ്റൂ. ഓക്കെ, 2 എണ്ണം. പെന്റെ ഒരു പാട്ട്. കൺമണി പൂവേ കണ്ണാടിപ്പൂവേ കളിപ്പൂവേ. അവന് കുഴിമന്തിയാണ് ഗായ്സ്. ഗായ്സ് ഇവിടെ എഴുതിയിട്ടുള്ളത് കുഴിമന്തി ഫ്രൈഡ് റൈസും ആണ്. നമ്മളെ ആഡ്യൂസ് എഴുതിയിട്ടുള്ളത് ഫ്രൈഡ്സും അൽഫാമാണ്. ഗൈസ് രണ്ടുപേരും ഫ്രൈഡ് റൈസ് എഴുതിയിട്ടുണ്ട്. ഉണ്ണിക്കുട്ടനും കുഴിമന്തി എഴുതിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു പോയിന്റ് വീതം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ടൈപ്പ് അല്ലാതായത്. ഗൈസ് 4. ഇനി ഞാൻ 1 2 തരത്തില്ല കേട്ടോ, ഒരെണ്ണേ ഞാൻ തരത്തുള്ളൂ. എനിക്ക് ഒറ്റ പറ്റില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റ്? ഫ്ലവർ പ്ലാന്റ് ആവാം, അല്ലാത്ത ലീഫി പ്ലാന്റ്സ് ആവാം, വെജിറ്റബിൾ പ്ലാന്റ്സ് ആവാം, ഷെയ്ഡ് പ്ലാന്റ്സ് ആവാം, എന്തെങ്കിലും എഴുതാം. ഇഷ്ടപ്പെട്ട ഫ്ലവർ പ്ലാന്റ്സ് അല്ല, ഫ്ലവർ പ്ലാന്റ്സ് ആവാം, ലീഫി പ്ലാന്റ്സ് ആവാം, ഷെയ്ഡ് ട്രീസ് ആവാം, നോർമൽ ട്രീസ് ആവാം, വെജിറ്റബിൾ ട്രീസ് ആവാം. ആരും എൻ്റെ അടുത്ത് വന്ന് പറയണ്ട, ഞാൻ നോക്കി വായിച്ചോ. സോറി ഗൈസ്, ക്യാമറ ഞാൻ മറച്ചു വെച്ചിരുന്നു. സോറി ഗൈസ്. ഇവള് പറഞ്ഞതുപോലെ എഴുതിക്കൂടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല. എന്തുവാ ഉണ്ണിക്കോട്ടെ? ഏത് പൂ? ഏത് കളറ്? ചെമ്പരത്തി പൂവാണോ? അപ്പൊ 3 പേർക്കും മാച്ചില്ല ഗൈസ്. ഇവൻ ചെമ്പരത്തി പൂവെന്നാണ്. ഹിബിസ്കസ് ഫ്ലവർ ആണ്. ശ്രേയ മാരിഗോൾഡ് ആണ്. ഇവിടെ ജാസ്മിൻ ആണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആര്?
നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്? ബേബി അല്ല അത്. ഓ ഗായ്സ്, അപ്പഴത്തേക്കില്ലേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ? പറയില്ലേ, നിന്നെ നോക്കി പറഞ്ഞാൽ നോക്കൂ. എസ് എഴുതിയിട്ടുണ്ട്. അതിപ്പോ പറയാൻ പാടില്ല. നീ അത് ഗായ്സ് 3 പേരും ക്യാരറ്റ് അടിച്ചു. അവൻ ടൊമാറ്റോ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി കേട്ടിട്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അവിടെ വെച്ച് എന്തോന്നായിരുന്നു, ഇപ്പൊ അവിടെ ഇവിടെ ഇപ്പൊ ആയപ്പോ കൊച്ചായ. ഗൈസ് ഇവരെ മിക്ക ചില സമയത്തൊക്കെ കീരി മുറുക്കനാണ്, ചില സമയത്തൊക്കെ ചക്ക ഈച്ചയാണ്. ഗൈസ് ഈച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ദേവിയാ? ഏത് ഫ്രൂട്ട്? എന്റെ ചെറിയ പറ. ഞാനടുത്തും പറയില്ലേ, ആരടുത്തും പറയല്ലോ ഉണ്ണിക്കുട്ടാ. Only one. No, please, guys. എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ കുറെ ഇഷ്ടമാണ്. പക്ഷേ ഇത് ഞാനും ചേച്ചിയും ഒരുമിച്ചല്ല. ഗൈസ് നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോ ബ്ലർ ആയിരിക്കും, ബിക്കോസ് ദ സൺലൈറ്റ് ഒന്നും ഇങ്ങോട്ട് വരുന്നു. എനിക്ക് ഉറപ്പാണ്. നീ പറയരുത്, നോക്കിക്കൊണ്ടിട്ട്. എനിക്ക് ഉറപ്പാണ് ഇത് നമ്മൾ ഗൈസ് ഉണ്ണിക്കുട്ടനും ശ്രേയയും കറക്റ്റ് ആയി വന്നിട്ടുണ്ട്. ഉണ്ണിക്കുട്ടൻ വാട്ടർമെലോണാണ് പറഞ്ഞത്, ശ്രേയ വാട്ടർമെലോണാണ് പറഞ്ഞത്. ഉണ്ണിക്കുട്ടനും ശ്രേയയും കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് തലപ്പതി ചലഞ്ച് ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പൊ ബൈ ബൈ. 15 ക്വസ്റ്റ്യൻ ഉണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷെ ചേച്ചിയുടെ അമ്മ സമ്മതിച്ചില്ല. അതുകൊണ്ട് വീട്ടിൽ പോകണം. അതുകൊണ്ട് നമ്മൾ 8 തീർത്തു. അപ്പൊ ബൈ ബൈ, സീ യു ലേറ്റർ. പോയിന്റ് പറഞ്ഞില്ല. എനിക്ക് മൊത്തം 7 പോയിന്റ്. എനിക്ക് മൊത്തം 9, 10, 11 ഇവന് 11 ഇവൻ പറയുന്നത്. അല്ല, എനിക്ക് 8 അല്ലേ കിട്ടാണ്ടത്. എങ്ങനെ തന്നെ? അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇവിടെ ബ്രേക്ക് ആവുകയാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ ഇവരെ നിങ്ങൾക്ക് കാണാം, എന്നെ കാണാൻ പറ്റത്തില്ല. ഇവരെ നിങ്ങൾക്ക് കാണാം. ചേച്ചിയുടെ മോഹൻ ചേച്ചി കാണിക്കലെന്നാണ് പറഞ്ഞത്. കണ്ടോ ഗൈസ് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ അവളുണ്ടായിരുന്നു. ഇവിടെ ആരെന്ന് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ദി ഡയറീസ് ഓഫ് VM അടിച്ചിട്ട് എടുത്ത അവളുടെ ഫോട്ടോ ആണ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. തീർന്നടി, തീർന്നെന്ന് ചേച്ചി ഞാൻ കൈ മാറ്റിയാലേ കാണിച്ചു തരൂ.